എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിന് കൈറ്റ് വിക്ടേഴ്സിൽ മലയാളം അടിസ്ഥാന പാഠാവലി ആയിരുന്നു. മാഷ് ഇന്ന് യൂണിറ്റ് 2 പാഠം 2 എടുത്തിട്ടുള്ളത്. അതായത് കണ്ടാൽ അറിയാത്തത് എന്ന ഈ പാഠം എഴുതിയത് പ്രൊഫസർ MK സാനു ആണ്. കൂട്ടുകാരെല്ലാവരും കഥ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരിക്കൽ ശ്രീനാരായണ ഗുരു തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ തീവണ്ടിയിലുണ്ടായിരുന്ന ദിവ്യപുരുഷൻ ആരാണെന്നറിയാൻ അടുത്തിരിക്കുന്ന ചിലർക്ക് ആഗ്രഹമുണ്ടായി. അവരിൽ ഒരാൾ അദ്ദേഹത്തോട്, അതായത് ശ്രീനാരായണ ഗുരുവോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്തു പറഞ്ഞു? ആൽവായിലേക്കാണെന്നും പേര് ചോദിച്ചപ്പോൾ നാരായണനെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു. ജാതി ഏതാണ് എന്നായിരുന്നു അടുത്ത ചോദ്യം. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടതുകൊണ്ട് മാത്രം ജാതി ഏതെന്ന് മനസ്സിലാകാൻ കഴിയില്ലല്ലോ എന്ന് അടുത്തിരുന്നയാൾ പറഞ്ഞു. കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും എന്ന് മുഴങ്ങുന്ന ശബ്ദത്തിൽ ഗുരു ചോദിച്ചപ്പോൾ എല്ലാവരും നിശബ്ദരായി. ഇനിയുള്ള കാര്യങ്ങൾ അറിയാൻ കൂട്ടുകാരെ പാഠം മുഴുവനായും വായിക്കണം. കൂട്ടുകാരെ, മാഷ് പറഞ്ഞൊരു കാര്യമാണ് ഗുരുവചനം ശേഖരിക്കാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ ഒരു വചനമാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. എല്ലാവരും ഈശ്വരനെയാണ് ആരാധിക്കുന്നത്, ബിംബത്തെയല്ല. ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. മടിയന്മാരായി ജീവിക്കുന്നത് നീതിക്ക് നിരക്കാത്തതാണ്. ഇതുപോലെ ഒരുപാട് ഗുരുവചനങ്ങൾ കൂട്ടുകാർ ശേഖരിച്ച് അത് നോട്ട്ബുക്കിൽ വൃത്തിയായി എഴുതണം. ഇനി നമുക്ക് ഈ കഥ ആഴത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി മാഷ് തന്ന 3 ചോദ്യങ്ങൾ നോക്കാം. ഗുരുദേവന്റെ രൂപം എങ്ങനെയാണ് പ്രൊഫസർ MK സാനു വിവരിക്കുന്നത്? എങ്ങനെയാണ് MK സാനു ശ്രീനാരായണ ഗുരുവിൻ്റെ രൂപം വിവരിക്കുന്നത്? ഇങ്ങനെയാണ്: ഒത്ത ശരീരം, തങ്കത്തിൻ്റെ നിറം, തേജസ് തുളുമ്പുന്ന മുഖം. അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. വെളുത്ത നേരിയത് കൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു. മുണ്ടനം ചെയ്ത ശിരസും മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യപുരുഷനാണെന്ന് ആർക്കും തോന്നും. ഇങ്ങനെയാണ് MK സാനു കഥയിൽ ശ്രീനാരായണ ഗുരുവിനെ വിവരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യപുരുഷൻ ശിരസ് ഉയർത്തി എല്ലാവരെയും നോക്കി. എന്തായിരുന്നു സന്ദർഭം? കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ആ സംഭവം? ശ്രീനാരായണ ഗുരു തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ സഹയാത്രക്കാരിൽ ഒരാൾ ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം അതിന് മറുപടി നൽകി, ആലുവായിലേക്ക്. അതിനുശേഷം സഹയാത്രക്കാരൻ ചോദിച്ചു, പേരെന്താണ്? നാരായണൻ. ഇത്രയും അറിഞ്ഞതുകൊണ്ട് മാത്രം അടുത്തിരിക്കുന്നവർക്ക് തൃപ്തിയായില്ല. ഒരു ചോദ്യം കൂടി അവരിൽ ഒരാൾ ചോദിച്ചു, ജാതിയിൽ ആരാണ്? ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യപുരുഷൻ ശിരസ് ഉയർത്തി എല്ലാവരെയും നോക്കി. എന്നിട്ട് ഒരു ചോദ്യം തിരികെ ചോദിച്ചു, കണ്ടിട്ടു മനസ്സിലായില്ലേ? അപ്പോഴെല്ലാവരും നിശബ്ദരായി. അടുത്ത ചോദ്യം ഇതാണ്, ഗുരുദേവൻ തീവണ്ടിയിൽ നിന്ന് എവിടെയാണ് ഇറങ്ങിയത്? അപ്പോൾ എന്താണ് സംഭവിച്ചത്? ശ്രീനാരായണ ഗുരു ആലുവയിൽ ഇറങ്ങി. അദ്ദേഹത്തെ കാത്ത് ആയിരക്കണക്കിന് പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഭക്തിയോടെ വണങ്ങി ശ്രീനാരായണ ഗുരുവിനെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവർക്ക്, സഹയാത്രികർക്ക് അപ്പോഴാണ് ആളാരാണെന്ന് മനസ്സിലായത്. നാരായണ ഗുരുസ്വാമികളായിരുന്നു അദ്ദേഹം. കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന ജാതിയെപ്പറ്റി അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് അപ്പോൾ അവരിൽ ചിലർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. കൂട്ടുകാരി, ഗാന്ധിജി കേരളത്തിൽ 5 തവണ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ 2ാമത്തെ തവണ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവുമായി സംവദിച്ചിട്ടുണ്ട്, കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം. ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ 2ാം സന്ദർശനത്തിലാണ്, അതായത് 1925 ശിവഗിരി മഠത്തിൽ ചെന്ന് ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയതും സംവദിച്ചതും. 1925 മാർച്ച് 12 ശിവഗിരി മഠത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ ദർശന വിവരം മുൻകൂട്ടി തന്നെ പ്രചാരം ലഭിച്ചതിനാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അനേകം ആളുകൾ കൂടിയിരുന്നു.
ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗാന്ധിജിയുടെയും കൂടിക്കാഴ്ച ഗുരുഭക്തനായ MK ഗോവിന്ദദാസ് നൽകിയ ഒരു കെട്ടിടത്തിലായിരുന്നു. കൂട്ടുകാരി, ഇനി ഇവർ തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് കണ്ണോടിക്കാം. കൂട്ടുകാരി, ഇവർ തമ്മിലുള്ള സംഭാഷണം നമ്മൾ വിശകലനം ചെയ്തല്ലോ. ഇനി ഗുരുദേവനും ടാഗോറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി കൂട്ടുകാരി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.